ചേട്ടാ, നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആർ.കെ. സിംഗിൻ്റെ ഒരു പ്രസ്താവന വന്നു. നമ്മുടെ അഡ്വാൻസ്ഡ് മൾട്ടി മീഡിയം എയർക്രാഫ്റ്റ് ഇന്ത്യ നിർമ്മിക്കാൻ ഒരു 10 വർഷം വരെ എടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ വ്യോമസേനാ മേധാവിയൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് ആധുനിക വിമാനങ്ങളില്ല. ചൈന J-20, J-35 ഒക്കെ 5ാം തലമുറ വിമാനങ്ങൾ, 6ാം തലമുറ അവർ പ്രോട്ടോടൈപ്പ് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കും എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പറയുന്നത് നമ്മുടെ വൈകും എന്നുള്ളതുകൊണ്ട് ഒരു 7 എണ്ണം നമ്മളിപ്പോൾ 5th ജനറേഷൻ വാങ്ങാൻ പോവുകയാണ്. അത് നമ്മുടെ ഒരു സൗഹൃദ രാജ്യത്തിൽ നിന്നായിരിക്കും വാങ്ങുക. ഏത് രാജ്യത്തു നിന്നായിരിക്കും? ചൈന ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യവും നമ്മുടെ സൗഹൃദ രാജ്യങ്ങളാണ്. ചൈനയും പാകിസ്ഥാനും പിന്നെ വിമാനമില്ല, അതുകൊണ്ട് നോക്കേണ്ട കാര്യമില്ല. വിമാനം ഉള്ള ഒരു രാജ്യം ചൈനയാണ്. അവരിൽ നിന്ന് പോരല്ലോ, 5ാം തലമുറ വേണം. ആ 5ാം തലമുറ ചൈനയുടെ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു. ചൈന ഇപ്പോൾ വലിയ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നുണ്ട്. റാഫേൽ പോക്ക് അതെ 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 എംബസികൾ വഴി ഞങ്ങളുടെ വിമാനമാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസ് അത് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ചൈന ഈസ് റൂൾഡ് ഔട്ട്. പിന്നെയുള്ളത് അമേരിക്കയും റഷ്യയുമാണ്. നേരത്തെ മുതൽ ഇതിൻ്റെ ചർച്ച തുടങ്ങിയിരുന്നു. Su-37 Su-57 F-35 ട്രംപ് കുറേ തരാമെന്ന് മോഡിയോട് പറഞ്ഞിരുന്നു. ട്രംപ് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലേറ്റായി. ഇപ്പോൾ 2ാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് ട്രംപ് ഇത് തരാമെന്ന് പറഞ്ഞത്. ട്രംപിന് ചില കണ്ടീഷൻസ് ഉണ്ട്. S-400 റഷ്യയിൽ നിന്ന് വാങ്ങിയ ആളുകൾക്ക് F-35 കൊടുക്കില്ല. അപ്പോൾ നാറ്റോ മെമ്പറായ തുർക്കി പറഞ്ഞു, ചേട്ടോ എൻ്റെ കയ്യിൽ S-400 ഉണ്ട്, ചേട്ടൻ എനിക്ക് F-35 തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു, അല്ല അങ്ങനെയുണ്ട്. അപ്പോൾ തുർക്കിക്കൊരു എക്സംഷൻ, നാറ്റോ മെമ്പറാണ്. അപ്പോൾ മറ്റ് നാറ്റോ മെമ്പേഴ്സ് ഒബ്ജെക്ഷൻ റേസ് ചെയ്തു. ഇന്ത്യ നാറ്റോ മെമ്പർ അല്ല, അവരുടെ കയ്യിൽ S-400 ഉണ്ട്, എന്നിട്ടും നിങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നു. തുർക്കിക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞ നാറ്റോ മെമ്പർ ആയതുകൊണ്ട്. ഇന്ത്യ നാറ്റോ മെമ്പറും അല്ല, അപ്പോൾ നിങ്ങളെങ്ങനെ ന്യായീകരിക്കുന്നു? അപ്പോൾ പുള്ളി തെറി പറയും, ഞാനങ്ങ് കൊടുക്കുക, നീ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ബാക്കി രാജ്യങ്ങൾ പൊട്ടന്മാരല്ല. അപ്പോൾ ഇങ്ങനെ F-35 മോദി ഒന്നും മിണ്ടിയില്ല, താടി ഇങ്ങനെ ഒന്ന് തടവി, ഒരക്ഷരം മിണ്ടിയില്ല. ജയശങ്കറിനെ കൊണ്ട് പറയിപ്പിച്ചു. ഇറ്റ്സ് എ ഗുഡ് ഓഫർ, വി വിൽ കൺസിഡർ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് തന്നെ സംഗതി വ്യക്തമായിരുന്നു, നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. Su-57 വാങ്ങിച്ചു കഴിഞ്ഞാൽ S-400 നമ്മുടെ കയ്യിലുണ്ട്, മിഗ് സുഖോയ് ഉണ്ട്. ഇതൊക്കെ ചേർത്ത് നമ്മളൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സംഗതി F-35 ആണെങ്കിലും Su-57 ആണെങ്കിലും നല്ലൊരു സഞ്ചിയാണെന്ന് വിചാരിക്കും, ഒരു ഷോപ്പിംഗ് ബാഗാണ്. ഇതിൽ നമ്മൾ എന്ത് നിറയ്ക്കുന്നു എന്നനുസരിച്ചിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ അത് നിറയ്ക്കാം, സ്വർണം വേണമെങ്കിൽ അത് നിറയ്ക്കാം. അപ്പം നമ്മൾ വാങ്ങിച്ച ആയുധങ്ങളിലൊക്കെ ആക്സസറീസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് വെഴ്സറ്റൈലായിട്ട് മാറ്റി. ഫ്രാൻസിൽ നിന്ന് റഫാൽ വാങ്ങിച്ചു. ഇപ്പോൾ ഫ്രഞ്ചുകാരൻ വിചാരിച്ചാൽ ആ റഫേൽ ഓടിക്കാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റില്ല. ആ രീതിയിൽ നമ്മളത് ഇന്ത്യനൈസ് ചെയ്തു. നമ്മുടെ വെപ്പൺ ആകാശമാണെങ്കിൽ ആകാശം വെച്ചു, ബ്രഹ്മോസ് വേണമെങ്കിൽ ബ്രഹ്മോസ് വെച്ചു, ഈ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഒരു സിസ്റ്റം അഡാപ്റ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കി നിൽക്കുമ്പോൾ അതിനകത്ത് കൂളായിട്ട് ഫിറ്റാവുന്ന സാധനമാണ് സുഖോയ് സീരീസ്. അതാണല്ലോ Su എന്ന് പറയുന്നത്. സുഖോയ് സീരീസിലെ ഒരു വിമാനം കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റാവും. ഈ വിമാനം എന്ന് പറഞ്ഞാൽ യാത്രാ വിമാനം പോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു സാധനമല്ല, ഒരുപാട് സാധനങ്ങളുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. അവൻ്റെ സിഗ്നലിൽ ഇവിടെ സ്വീകരിക്കുക, അതിന് റിപ്ലൈ കൊടുക്കുക, അതിൻ്റെ കോഡ്, അത് ഇതൊക്കെ. ഇത് തെറ്റിച്ച് വേറൊരു പണ്ടാരത്തെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലുള്ള പാട് ഭയങ്കരമാണ്. പ്രത്യേകിച്ചും F-35. കാരണം F-35ൻ്റെ അൾട്ടിമേറ്റ് കൺട്രോൾ എപ്പോഴും അമേരിക്കയുടെ കയ്യിലാണ്. ഒന്ന്, F-35 ആർക്കെതിരെ ഉപയോഗിക്കണം എന്ന് അവർ തീരുമാനിക്കും. അവർ പറയുന്നിടത്തേ വിടാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ ബ്രഹ്മോസിനും ആ കണ്ടീഷൻ ഉണ്ടായിരുന്നു. ബട്ട് റഷ്യ അത് കാര്യമായിട്ട് ഇങ്ങനെ വിടാറില്ല. പ്രത്യേകിച്ചും പാകിസ്ഥാനെ ഇനി റഷ്യ വേണ്ടെന്ന് പറഞ്ഞാലും പാകിസ്ഥാനിലും ബ്രഹ്മോസിലും റഷ്യക്ക് അറിയാം. അതുകൊണ്ട് റഷ്യയൊന്നും വേണ്ടിയില്ല. ബട്ട് F-35ൻ്റെ കാര്യത്തിൽ അമേരിക്ക സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ.
അവർ ഇന്ന രാജ്യങ്ങൾക്കെതിരെ മാത്രമേ ഇത് അല്ല, അത് തന്നിട്ട് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് വെറുതെ ആയി. അതെ, മാത്രമല്ല ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ആ കൺട്രോളിങ് സോഫ്റ്റ്വെയറിൻ്റെ കോഡ് അമേരിക്കയിലിരിക്കുക. ഇത് നാറ്റോയിൽ ഓസ്ട്രേലിയ ചോദ്യം ചെയ്തു, ഞങ്ങൾക്ക് എന്ത് സോവറിനിറ്റിയാണ്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലേ, നിങ്ങളൊരു വിമാനം തന്നു, അത് അയക്കണമെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ വേണം, സോഫ്റ്റ്വെയർ പെർമിഷൻ വേണം, അതെങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കും, പിന്നെ എനിക്കെന്തിനാ ഈ വിമാനം, താൻ തന്നെ വെച്ചു. എന്നിട്ട് അവരിപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയ അടക്കം പ്ലസ് കാനഡ ഒക്കെ തീരുമാനിക്കുന്നത് നമുക്കുണ്ടാക്കാമെന്നേ. ഇത് റഫേൽ അവരുണ്ടാക്കി, യൂറോ ഫൈറ്റർ അവരുണ്ടാക്കി, സ്വീഡൻ്റെ ഒരു എനിക്കതിൻ്റെ പേര് ഞാൻ വരുന്നില്ല, സ്വീഡൻ ഒരു വിമാനം ഉണ്ടാക്കി. വി ഹാവ് കപ്പാസിറ്റി, എന്തിനീ F-35 പിന്നാലെ പോകണം? അല്ല, ഇപ്പോൾ അപ്പോഴാണ് പണ്ടാരണങ്ങാനായിട്ട് ഈ സാധനം ഇവിടെ വന്ന് കിടക്കുന്നത്. ഒരു മാസമായി ഇവിടെ കിടക്കുന്നത്. നമ്മളിപ്പോഴെങ്ങാനും മേടിച്ചാൽ ആകെ നടക്കടയിൽ പോകും. എടുത്തുകൊണ്ട് പോടാ ഈ സാധനം കൊണ്ടുപോകാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് പൊളിച്ച് അഴിച്ച് ലോറിയിൽ അങ്ങാണ്ട് കൊണ്ടുപോകാൻ പോകുന്നു. അതിലും ഇത് കൊണ്ടുപോകാനുള്ള ചിലവ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പി മാധവൻ തമ്പി വെങ്കലപാത്ര വ്യാപാരം ചാല, പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ റദ്ദി വിലയും കൊടുക്കും. അതിന് അത്രേ ഉള്ളൂ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ പോയി കഴിഞ്ഞാൽ ഈ സാധനം പോയി. ഇതിൻ്റെ പാട്ടം ഒന്നിനും കൊള്ളില്ല. ഈ സ്റ്റെൽത്ത് കിട്ടാനായിട്ട് ഇവർ പ്രത്യേകം കോട്ടിങ്ങൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് അഴിച്ചെടുത്തിട്ട് നമുക്കൊരു ചീനച്ചട്ടിയോ ചട്ടുകോ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് വേറൊരു സാധനമാണ്, കാർബൺ പോളിമർ പെയിന്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ആകെ ചെയ്യുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ കറക്റ്റായി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇതും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്? അല്ല, ഇവിടെ കിടന്ന് നമ്മൾ അവൻ്റെ രഹസ്യങ്ങളൊക്കെ പഠിക്കും. പറ്റും. അവൻ്റെ രഹസ്യമാണ്, അവൻ്റെ രഹസ്യം അവൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞു. പക്ഷെ അതിന് വേറൊരു വെർഷൻ ഉണ്ടല്ലോ ചേട്ടാ. അവർ അവൻ്റെ ഈ മറ്റേ സ്റ്റെൽത്ത് ഫെസിലിറ്റി ഓൺ ചെയ്തിട്ട് അവർ 7700 എന്നുള്ള എമർജൻസി കോഡ് അയച്ചപ്പോഴാണ് നമ്മൾ ATCയിൽ റിസീവ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. സുനിലെ ഇത്രയേ ഉള്ളൂ, സർക്കസുകാരൻ ഉരുണ്ട് വീഴും, കാല് തെറ്റി വീഴും. പക്ഷെ വീഴുമ്പോൾ അവൻ ഇന്തത്തൈ എന്ന് പറഞ്ഞ് വീഴും. അതൊരു സർക്കസാണ്. അതുപോലെയാണ് F-35. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആ ട്വീറ്റ് എടുത്ത് നോക്കുക, അതിൽ അവർ ഡിറ്റക്റ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വി ഡിറ്റക്റ്റഡ് എ പ്ലാറ്റ്ഫോം ആൻഡ് ഇറ്റ് റിക്വസ്റ്റഡ് ഫോർ റീഫ്യൂലിംഗ് ആൻഡ് വി അലൗഡ് ദാറ്റ്. ഡിറ്റക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റഡാറിൽ കണ്ടെത്തി. ഞാൻ സുനിലിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ സുനിൽ ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു, ഒളിച്ച് നടക്കുകയായിരുന്നു, ഞാൻ കണ്ടുപിടിച്ചു. അതാണ് ഡിറ്റക്റ്റഡ്. ആ ഒറ്റ വാക്ക് അത് വിദേശ മാധ്യമങ്ങളിലുമൊക്കെ എന്തുകൊണ്ട് ഇന്ത്യ ഈ വാക്ക് ഉപയോഗിച്ചു? അത് വിദേശകാര്യ വകുപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ഡിപ്ലോമാറ്റിക് ആണ്. അതാണ് സൈന്യമാണ്, ഇന്ത്യൻ എയർഫോഴ്സാണ്. വി ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ദേ ഡിറ്റക്റ്റഡ്. അവർ അൺഒഫീഷ്യലി ലീക്ക് ചെയ്ത് കിട്ടുന്ന വാർത്തയെന്ന് വെച്ചാൽ നമ്മളുടെ റഡാറുകൾക്ക് ഒരു മേഖലയുണ്ട് ഇന്ത്യയുടെ മുകളിൽ, അവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ നോക്കും. ആ മേഖലയുടെ പുറത്ത് 3.5 നോട്ടിക്കൽ മൈൽസ് പുറത്ത് വെച്ച് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്തു. ഇൻഫാക്ട് നമ്മളുടെ സേന തന്നെ അന്തം വിട്ടുപോയി. ഇത്ര നേരത്തെ 3.5 പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത്. ദേ ഡിഡ്ന്റ് സ്പീക്ക് എനിത്തിങ്. ഡിറ്റക്റ്റ് ചെയ്തു എന്ന് അവന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ പെട്രോൾ തീർന്നു. അപ്പോൾ അവർ ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പറഞ്ഞു, തങ്കമ്മ ചേട്ടാ ഇങ്ങനെ ഒരുത്തം വരുന്നുണ്ട്, ശകലം പെട്രോൾ ഒഴിച്ചു കൊടുക്കും. അയ്യോ, ഞാൻ കട പൂട്ടി വീട്ടിൽ പോകാതിരുന്നതാണല്ലോ. അല്ല, എമർജൻസി ആണെന്ന് കൊണ്ടുവന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഈ സാധനം വന്നത്. ഇറങ്ങിക്കഴിഞ്ഞ് പോകണില്ല. മാത്രമല്ല, പെട്രോൾ തീർന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതെ. കടൽക്ഷോഭമുണ്ടായി, ഈ കാറ്റും മഴയും വരുമ്പോൾ വീട്ടിലിരിക്കുന്ന വിമാനമാണോ യുദ്ധവിമാനം? കടലിൽ ഇതിൽ HMS എന്താ, പ്രിൻസ് ഓഫ് വെയിൽസിൽ ഇവന് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതെന്ത് സാധനം? HMS പ്രിൻസ് ഓഫ് വെയിൽസ് ഇങ്ങനെ കുറ്റിത്തറച്ച പോലെ നിൽക്കുമെന്ന് വിചാരിച്ചു. അതെപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുമല്ലോ കടലിൽ. മൺസൂൺ കാലാവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത വിമാനം ഇന്ത്യക്ക് വേണ്ടപ്പോൾ, ഇവിടെ മൺസൂണാണ് നമുക്ക്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കഴിഞ്ഞ് പിന്നെ വടക്ക് പടിഞ്ഞാറൻ. അപ്പോൾ ചേട്ടൻ പറയുന്നത് പോലെ SU-57 ആയിരിക്കും നമ്മൾ ഓപ്റ്റ് ചെയ്യുക.
ഏഴെണ്ണം വാങ്ങാൻ പോകും. അതാകാനാണ് സാധ്യത. ഫിറ്റ് ഈസിലി. പക്ഷേ അമേരിക്ക ഉടക്കുമല്ലോ, എന്തുടക്ക് വയ്ക്കുക. റഷ്യയുടെ ഇത് വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താരിഫിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ അത് അയാളിങ്ങനെ ദിവസവും ലേലം വിളിക്കുന്ന പോലെ വിളിക്കും. ഞാൻ 55,000% താരിഫ് അടിക്കും, അടിച്ചു കൊടുക്കാൻ. അങ്ങനെ തല്ലിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞല്ലേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആരും ഒപ്പിട്ടില്ല, ആരും താരിഫ് ഒപ്പിട്ടില്ല. ഇന്ന് പുള്ളി ഏകപക്ഷീയമായിട്ട് താരിഫ് എഴുതിയിട്ട് ജപ്പാനും ഇതിനും കത്തയച്ചു. അതിനും അയാൾ താഴെ സ്റ്റാർ ഇട്ട് എഴുതി ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫ്രം August 1 എന്ന് വെച്ചാൽ 1 മാസം കൂടെ കഴിഞ്ഞ് ചർച്ചയ്ക്ക് തീരുകയാണെങ്കിൽ സമയമുണ്ട്. ഇതിട്ട് കളിക്കും എന്നുള്ളതല്ലാതെ അങ്ങേർക്കും വലുതായിട്ടൊന്നും ചെയ്യാനില്ലെന്ന്. നാട്ടുകാരെ മുഴുവൻ താരിഫ് കൊണ്ട് വിറപ്പിക്കാൻ പറ്റും. ഏതായാലും സെപ്റ്റംബറിൽ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു റഷ്യയുടെ ഒരു സമ്മാനം പോലെ S-57 5th ജനറേഷൻ വിമാനം. റഷ്യയുടെ ഒരു പ്രശ്നം ഡെലിവറിയാണ്. അവർ ഈ യുക്രൈൻ യുദ്ധത്തിൽ നിൽക്കുന്നതുകൊണ്ട്. പക്ഷെ നമുക്ക് ഉടനെ വേണമെന്നാണ് പ്രതിരോധ സെക്രട്ടറി പറയുന്നത്. അതൊരു പ്രശ്നമാണ്. നമുക്ക് ഉടനെ വേണം. അത് ഡെലിവറി ചെയ്യാൻ റഷ്യക്ക് പറ്റുമോ? അപ്പോൾ പിന്നെ ഇത് രണ്ടെണ്ണമേ ഉള്ളൂ. F-35 Su-57 വേണം നമുക്ക് ഈ വർഷം. F-35 എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ദുരിതമാണ്. നമുക്ക് ഒന്നുകിൽ Su-57 അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വെർഷൻ ഓഫ് റാഫേൽ, അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അടിയന്തരമായി വാങ്ങുമെന്നാണ് പ്രതിരോധ സെക്രട്ടറി. അടിയന്തരമായിട്ട് വാങ്ങും. അത് ചെയ്യാൻ നമുക്ക് സാമർഥ്യമുണ്ട് നമ്മുടെ ആൾക്കാർക്ക്. നമ്മുടെ ആൾക്കാർ ഓപ്പറേഷൻ സിന്ദൂറിൽ 25 കൊല്ലം 30 കൊല്ലം പഴക്കമുള്ള സാധനമൊക്കെ വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്തു. ഇതെങ്ങനെ ഫൈറ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് ഇത് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരികയാണ്. 25 കൊല്ലം മുമ്പുണ്ടായാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ന്യൂജനാണ്. അതെ, നമ്മൾ പഴയ ഒരു തേങ്ങ ഒതിക്കുന്ന പാരയില്ലേ, അടയ്ക്കാമരം കൊണ്ടുള്ളത്, അത് ഇച്ചിരി മെലിഞ്ഞ് ഒന്ന് കൂർപ്പിച്ച് കഴിഞ്ഞാൽ കുന്തമായി. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ആരേ ഉള്ളൂ, അത് വെച്ചിട്ട് ഇവന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയും. നമ്മൾ ഈ സാധനം മെല്ലെ കുന്തമാക്കി മാറ്റിയത് അവനെ അറിയുന്നില്ല. ആ ഒരു ഏറ് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ ചങ്ക് തകർന്നു പോയി. സാധനത്തിന് 150 വർഷം പഴക്കമുണ്ട്, പക്ഷേ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കൂട്ടപ്പനാക്കി പുതിയ ഫീച്ചേഴ്സൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഏതായാലും ട്രംപ് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് പുടിൻ വരുന്നുണ്ട്. അത് കുറച്ച് ഗുണപരമായ കുറേ മാറ്റങ്ങൾ, കുറച്ച് മെച്ചം നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുണ്ടാവുമെന്ന് കരുതാം. അത് ഈ ട്രംപിൻ്റെ വരവ് വലിയ പ്രയോജനമൊന്നും ചെയ്യാനും പോകുന്നില്ല. അങ്ങേര് വന്നൊരു ബഹളമൊക്കെ വെച്ചിട്ട് പോകും എന്നുള്ളതല്ലാതെ അയാളിപ്പോൾ തീർത്തും അമേരിക്കയുടെ താല്പര്യം അത് മാത്രം നോക്കിയിട്ട് അത് വെച്ച് താരിഫ് വെച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക, ഇതൊന്നും അധികകാലം അങ്ങേർക്ക് പിടിച്ചു നിൽക്കാനും പറ്റില്ല. അമേരിക്കയുടെ കാര്യവും ട്രംപിൻ്റെ താല്പര്യവും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരുപാട്. അതെ. ഏതായാലും നമുക്ക് വിമാനങ്ങളുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനം അറിയാമായിരിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.